ഏതൊക്കെ വെറൈറ്റി ഫുഡ് വന്നും പോയാലും നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഒരു വികാരമുള്ള ഫുഡാണ് ഈ ബിരിയാണി അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അതിഷ്ടമില്ലാത്തവരുണ്ടാവും കേട്ടോ. ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോകാം. ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബിരിയാണിയൊക്കെ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ, ഇവിടെ എന്തിനാണ് ഇതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന്. അതിലല്ലല്ലോ കാര്യം, ഓരോരുത്തർക്കും ഓരോ റെസിപ്പിയല്ലേ. അപ്പം എൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ, വലിയ അത്ഭുതമൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. ചെറിയ ചെറിയ കുഞ്ഞ് റെസിപ്പികളുള്ളൂ, എല്ലാവരും ഉണ്ടാക്കണമായിട്ട് തന്നെ. എന്നാലും ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. അതിനായിട്ട് ഞാൻ ചിക്കൻ എടുത്ത് മാഗ്നേറ്റ് ചെയ്ത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പിട്ടിട്ട് പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് ഒരു 4 സവോള 3 തക്കാളി വഴറ്റിയിട്ട ശേഷം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കി അരച്ചത്. അതിൻ്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ നമ്മളെ മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് അതുപോലെ ഗരം മസാല, ഇതൊക്കെ ഓരോരുത്തരും ആവശ്യാനുസരണം ടേസ്റ്റ് അനുസരിച്ച് ഇടാം. അതിലൊന്നും അളവ് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതൊക്കെ ആവശ്യാനുസരണം ടേസ്റ്റ് അനുസരിച്ച് ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് പുളിക്ക് വേണ്ടി കുറച്ച് കട്ടത്തൈര് ഒഴിച്ച് കൊടുക്കുക. അത് നല്ലോണം ഇളക്കിയ ശേഷം നമുക്ക് ഈ പൊരിച്ച് വെച്ച ചിക്കൻ ആയിക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഗ്രേവി സെറ്റായി. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. അതിനായിട്ട് ഞാൻ 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് ഇരട്ടി വെള്ളം വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് അതിന് സ്പൈസസ്, അതായത് പട്ട ഗ്രാമ്പൂ ഏലക്കായ ഒക്കെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറവിട്ടെടുക്കണം കേട്ടോ. സവോളൊക്കെ സാധാ നെയ്യും ഓയിലും ഒഴിച്ചിട്ട് ഒന്ന് വറവിട്ടെടുക്കാം. നമുക്ക് ദമ്മിടുന്ന പരിപാടി. ആദ്യം കുറച്ച് ചോറിടാം, അതിൻ്റെ മേലെ കുറച്ച് ഗ്രേവി ഇടാം, പിന്നെയും ചോറിടാം, പിന്നെയും ചിക്കനോർക്ക് അങ്ങനെ ഇടാം കേട്ടോ. പിന്നെ ഞാൻ ഇട്ടില്ല. നമുക്ക് മല്ലിച്ചപ്പും പുതിനൻ്റെ ഇലയും അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മൾ ദമ്മ് സെറ്റായി. ഇനി നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കാത്തിരിക്കുക എന്നുള്ളതാണ്. ദമ്മ് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി സെറ്റായിട്ടുണ്ടേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ.